ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾക്ക് പച്ച ഏത്തയ്ക്ക കൊണ്ട് നല്ലൊരു ചിപ്സ് ഉണ്ടാക്കാം. അതിൻ്റെ കൂടെ ഞാനൊരു ഡിപ്പും കൂടി, നല്ല ന്യൂട്രീഷ്യസ് ആയിട്ടുള്ളൊരു ഡിപ്പും കൂടി ഞാൻ ഇതിൻ്റെ കൂടെ ഉണ്ടാക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് നമ്മളൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് ഒരു 3/4 ടേബിൾ സ്പൂൺ ഉപ്പ് നമ്മൾ ഇട്ടിട്ട് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അപ്പം നമ്മൾ ഈ എണ്ണയ്ക്കകത്തൊന്നും ഉപ്പ് ഒഴിക്കേണ്ട. അപ്പം നമ്മൾ ഈ ഉപ്പ് നമ്മളുടെ ഈ പച്ച ഏത്തയ്ക്കയിലോട്ട് ഇങ്ങനെ അബ്സോർവ് ചെയ്തിട്ട് അപ്പോൾ അതിന് ഓൾറെഡി ഉപ്പായിക്കോളും. എന്നിട്ട് ഇതിങ്ങനെ നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇത്രയും വെള്ളം പോരാ, നമുക്ക് 4 ഏത്തയ്ക്ക ഉണ്ടല്ലോ. അപ്പം നമുക്ക് ഇനി പിന്നെ ഇതെല്ലാം ഡിസോൾവ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ചും കൂടി നമുക്ക് വെള്ളം ഒഴിക്കാം. അപ്പം ഞാൻ ഇത് കണ്ട ഈ ഐമൂസ എന്ന് പറഞ്ഞൊരു കമ്പനിയുടെ ഈ ബനാന സ്ലൈസ് ചെയ്യുന്ന സംഗതി തന്നെയാണ് ഇതിലാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ഇത് നാട്ടിലൊക്കെ ഇതിൻ്റെ വേറെ ഏതാണ്ട് ഒരു വെറൈറ്റി ഉണ്ട്, പക്ഷേ ഇത് ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിച്ചതാണ്. ഇത് വളരെ വിലക്കുറവാണ്, $10 ഉള്ളൂ. നമുക്ക് ഉള്ളിയൊക്കെ ആണെങ്കിലും പിന്നെ അരിയാനും ഒക്കെ വളരെ എളുപ്പമാണ്. അപ്പോൾ ഇതിന് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഇൻസ്ട്രക്ഷൻ ഒന്നും അതിൻ്റെ പേപ്പറിലില്ല. പക്ഷേ ഇത് കണ്ട ഇതുപോലെ നമ്മൾക്ക് ഒരു വിങ് നട്ടുണ്ട്. വിങ് നട്ടും ഉണ്ട്, ഒരു സ്ക്രൂ ഉണ്ട് രണ്ട് സൈഡിലായി. ഇത് സ്ക്രൂവും മറ്റൊരു വിങ് നട്ടും. അതിങ്ങനെ വിങ് നട്ട് നമ്മളിങ്ങനെ മറ്റേ സൈഡിൽ സ്ക്രൂവിൽ കൈ പിടിച്ചുകൊണ്ട് നമ്മളൊന്ന് തിരിച്ചാൽ മതി. അന്നേരം ഇതിങ്ങനെ പൊങ്ങി വരും. അതുപോലെ നമുക്ക് ഏത് ഹൈറ്റിൽ വേണമെങ്കിലും ഇത് അഡ്ജസ്റ്റ് ചെയ്യാം. ഇപ്പം നമ്മൾ ചിപ്സിന് കട്ടി വേണോ, അല്ലെങ്കിൽ ഒനിയൻ അരിയുമ്പം കട്ടി വേണോ, അപ്പം നമ്മൾ ഇച്ചിരി കൂടി പൊക്കി വയ്ക്കുക. ഏറ്റവും താത്ത് വെച്ചിട്ടാണ് ഞാനിപ്പം നമ്മുടെ ഈ ബനാന ചിപ്സ് ഉണ്ടാക്കുന്നത്. അപ്പോൾ തീരെ കനം കുറഞ്ഞായിരിക്കും, നല്ല ക്രിസ്പി ആയിരിക്കും. എന്നിട്ട് ഇതിങ്ങനെ ആ വിങ് നട്ടിൽ നമ്മളൊന്ന് പിടിച്ച് നല്ലതായിട്ടൊന്ന് മുറുക്കുക. ഇനി നമുക്ക് നമ്മുടെ ബനാന എടുത്ത് രണ്ട് സൈഡും നമുക്ക് നല്ലതായിട്ടൊന്ന് കട്ട് ചെയ്ത് കളയാം. കട്ട് ചെയ്ത് കളഞ്ഞിട്ട് പലതരത്തിൽ ഇതിൻ്റെ സ്കിന്ന് നമുക്ക് പീൽ ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ ഇതിങ്ങനെ ചെയ്യുന്നത്, ഈ ചെറിയ നൈഫ് എടുത്തിട്ട് ഇങ്ങനെ ഇതേ കൂടി ഒന്ന് ഇങ്ങനെ വരയ്ക്കുക, കട്ട് ചെയ്ത് വരിക. അപ്പോൾ അകത്തേക്ക് ഒത്തിരി കുഴിഞ്ഞു പോകരുത്. അതിൻ്റെ സ്കിന്നിൽ മാത്രമായിട്ട് നമ്മളിങ്ങനെ ചെയ്യുക. ഇപ്പോൾ ഒരു 4 സൈഡോ 5 സൈഡോ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടം പോലെ അത് ചെയ്യാം. എന്നിട്ട് ഇതിൻ്റെ ഇത് കണ്ടോ, ഇത് പെട്ടെന്ന് ഇങ്ങനെ പൊളിഞ്ഞു പോരും. ഇതേപോലെ നിങ്ങൾ ഇത് 4 എണ്ണം നമ്മൾ പൊളിച്ചെടുത്തുകൊണ്ട് വന്നിട്ട് നമുക്ക് നമ്മൾ വെള്ളം തയ്യാറാക്കി വെച്ചിട്ടില്ല, ഉപ്പൊക്കെ ഇട്ട് വെള്ളം തയ്യാറാക്കി വെച്ചിരിക്കുന്നത്, അതിലേക്ക് നമുക്ക് ഡിപ്പ് ചെയ്തിടാം. അപ്പം അതിന് വെള്ളം പോരെങ്കിലും നിങ്ങൾ കുറച്ചും കൂടി വെള്ളം ഇടണം. ഇത് ഡിപ്പ് ചെയ്ത് കിടക്കുമ്പോൾ ഈ ഉപ്പെല്ലാം കൂടി ഇതിലേക്ക് അബ്സോർവ് ചെയ്ത് വരും. ഞാനിപ്പോൾ വെള്ളം പോരാ കേട്ടോ, ഞാൻ കുറച്ചും കൂടി വെള്ളം വേണം. ഇത് നമുക്ക് നല്ലതായിട്ട് മുങ്ങിക്കിടക്കണം, ഈ ഏത്തയ്ക്ക അതിൽ മുങ്ങിക്കിടക്കണം. ഇല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക വെച്ചാൽ കുറച്ച് വെള്ളം ഉള്ളെങ്കിൽ നിങ്ങൾ തിരിച്ചും മറിച്ചുമൊക്കെ ഇടാൻ നടക്കണം. അപ്പോൾ ഞാൻ കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് 4 ഏത്തയ്ക്കായി ഞാൻ പൊളിച്ചു. നമുക്കിനി അടുത്തത് നമ്മൾ 2 കപ്പ് കോക്കനട്ട് ഓയിലാണ് ഒഴിക്കേണ്ടത്. പിന്നെ 2 കപ്പ് കാണുമ്പോൾ നിങ്ങൾ പേടിക്കേണ്ട, അയ്യോ ഇത്ര എണ്ണ നമ്മുടെ വയറ്റിൽ പോകുകയെന്നില്ല. ഇത് 1 കപ്പോളം തന്നെ എടുക്കത്തില്ല. ഇത് ഈ 4 ഏത്തയ്ക്കായും മറക്കാൻ 1 കപ്പ് എണ്ണയുടെ മതി. പക്ഷേ നമുക്ക് ഇത് ഡിപ്പ് ചെയ്ത് കിടക്കേണ്ടത് കൊണ്ടാണ് ഞാൻ ഇത്രയും എണ്ണ ഒഴിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതൊരു മീഡിയം ഹീറ്റിലാണ് നമ്മൾ വെച്ചേക്കുന്നത്. അപ്പോൾ ഇത് ചൂടായെന്നറിയാനായിട്ട് നമ്മുടെ ഈ ബനാനയുടെ ഈ പച്ച ഏത്തയ്ക്കായുടെ ഒരു ചെറിയ കഷ്ണം എടുത്ത് അതിലേക്ക് ഇടുമ്പോഴത്തേക്ക് അതിങ്ങനെ സിസിൽ ചെയ്ത് ഒരു ഒച്ചയൊക്കെ ഉണ്ടാക്കി ഇങ്ങനെ സിസിൽ ചെയ്ത് വരും. അപ്പോൾ അതിന് മുമ്പായിട്ട് നിങ്ങൾ ഈ ഏത്തയ്ക്ക നല്ല പേപ്പർ ടവലിലോ തുണിയിലോ ഒക്കെ നല്ലതായിട്ടൊന്ന് പൊതിഞ്ഞ് അതിൻ്റെ വെള്ളം ഒന്ന് നല്ലതായിട്ട് തുടച്ചെടുക്കണം. എന്നിട്ട് നമ്മളൊരു കഷ്ണം എടുത്തിട്ട് നമ്മൾ അതിലേക്ക് ഇട്ട് നോക്കണം. കണ്ടോ, ഇപ്പോൾ അത് നല്ലതായിട്ട് സിസിൽ ചെയ്ത് വരുന്നുണ്ട്. ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് റെഡി. അപ്പോൾ ഇനി നമുക്ക് ഇതേപോലെ ഇങ്ങനെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മൂവ് ചെയ്താൽ മതി ആ ബ്ലേഡിൽ കൂടി. അപ്പോൾ എത്ര പെട്ടെന്ന് നമ്മളിത് അങ്ങോട്ട് ചെയ്യാനും പറ്റും നമുക്ക്. അപ്പം നമ്മളിത് അരിഞ്ഞൊന്നും വെക്കണ്ട. ഒള്ളിത്തിങ്ങി നിങ്ങൾ അതിൻ്റെ അവസാനത്തെ പാർട്ട് വരുമ്പോൾ നിങ്ങളത് ആദ്യമായിട്ട് ചെയ്യുന്നതാണ് ചെയ്യേണ്ടത്. അത് നമ്മൾ നൈഫ് കൊണ്ട് കട്ട് ചെയ്തോ അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടിട്ടാൽ മതി. നിങ്ങൾ കുറച്ച് നാൾ കഴിയുമ്പോൾ നല്ല എക്സ്പെർട്ടായി വരും. ഞാനും അത്ര വലിയ എക്സ്പെർട്ടൊന്നും അല്ല കേട്ടോ. ഇത് കിട്ടിയിട്ട് എനിക്ക് കുറച്ച് നാളേ ആയിട്ടുള്ളൂ. അപ്പം ഇതേപോലെ നിങ്ങൾ ചെയ്യുക. ഇനിയിപ്പോൾ ഇത് കണ്ടോ, ഇത് ഒന്നിൻ്റെ പുറത്തൊന്ന് കിടക്കുന്നതൊക്കെ ഒന്ന് നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി ഒന്ന് വിടിയിച്ച് ഇനിയിപ്പോൾ 3-4 മിനിറ്റ് എടുക്കും ഇത് ആയി വരാനായിട്ട്. ഇതൊരു നല്ലതായിട്ട് ഇതേപോലെ ആയി വരുമ്പോഴത്തേക്ക് നിങ്ങൾ കോരിയെടുക്കുക.
അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇങ്ങനെ എല്ലാ മോയ്സ്ചറും പോയി നല്ല ക്രിസ്പി ആയിട്ട് നമുക്ക് കിട്ടും. വേണ്ട ഇതേപോലെ നല്ലൊരു സ്നാക്കല്ല ഇത്. നല്ല ഈ പുറത്തുനിന്ന് ചിപ്സോ അങ്ങനത്തെ സംഗതികളൊന്നും നമുക്ക് കഴിക്കേണ്ട. ഈ പച്ച ഏത്തയ്ക്കയിൽ ഒത്തിരി ഗുണങ്ങളുള്ള തന്നെയാണ്. അപ്പോൾ അടുത്ത ട്രിപ്പും പിന്നെ ഇനിയും നമ്മൾ 4 ട്രിപ്പ് നമുക്ക് ചെയ്യണമല്ലോ. അപ്പോൾ അതെല്ലാം നമുക്ക് ചെയ്തിട്ട് വരാം. നിങ്ങൾ എൻ്റെ വീഡിയോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യണം കേട്ടോ. അതുപോലെ നിങ്ങൾ ഇതിന് ഒരു സംഗതി എന്താണെന്ന് പറഞ്ഞാൽ, നിങ്ങളിതിങ്ങനെ കോരി കഴിയുമ്പോൾ ചിലപ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് തന്നെ എല്ലാം ആയിരിക്കും, ചിലപ്പോൾ ഒരെണ്ണമായിരിക്കും അതിൻ്റെ അകം ഇങ്ങനെ ഇച്ചിരി മോയ്സ്ചറായിട്ട്, അതായത് സോഗി ആയിട്ട് ഇങ്ങനെ സോഫ്റ്റ് ആയിട്ടിരിക്കും. അപ്പോൾ അതിനെ എടുത്ത് നിങ്ങൾ മാറ്റിയിട്ട് നിങ്ങൾ എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു ടിന്നിലിട്ട് അടച്ച് വെക്കുകയോ അല്ലെങ്കിൽ സിപ്പ്-ലോക്ക് ബാഗിൽ സ്റ്റോർ ചെയ്യുകയോ ചെയ്യാവുള്ളൂ. ഇല്ലെങ്കിൽ എന്ത് പറ്റുമെന്ന് പറഞ്ഞാൽ ആ ഒരെണ്ണം കൊണ്ട് ബാക്കിയുള്ളതെല്ലാം സോഫ്റ്റായി പോകും. അതിൻ്റെ മോയ്സ്ചർ ഇത് മറ്റുള്ള ചിപ്സുകൾ അബ്സോർവ് ചെയ്തെടുക്കുക. അപ്പോൾ അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. അപ്പം നമുക്ക് ഇതെല്ലാം നമ്മൾ കോരിക്കഴിഞ്ഞു. ഇത് കണ്ടോ, ഇത് നല്ല ക്രിസ്പി ആയിട്ടുള്ള നല്ല ചിപ്സ്, നല്ല കറുമുറാന്നിരിക്കുന്ന ചിപ്സ് നമുക്ക് കിട്ടി. ഇപ്പം അത് ഇത്രയും എണ്ണം മിച്ചം വന്നിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഒരു ടോട്ടൽ ഒരു 1/4 കപ്പ്, 4 എണ്ണം വറുക്കാൻ ഒരു 1/4 കപ്പ് എണ്ണയും നമുക്ക് ആയിട്ടുള്ളൂ. അതുകൊണ്ട് ഒത്തിരി എണ്ണയൊന്നും നമ്മുടെ വയറ്റിൽ പോകത്തില്ല കേട്ടോ. ഇനി നമുക്ക് ഇതിന് ഒരു ഡിപ്പ് ഉണ്ടാക്കാം. ഒരു 2 അവക്കാഡോ വേണം നമുക്ക് ആ ഡിപ്പ് ഉണ്ടാക്കാനായിട്ട്, സൽസ ഉണ്ടാക്കാനായിട്ട് നമുക്ക് 2 അവക്കാഡോ വേണം. അവക്കാഡോ ഇങ്ങനെ നീളത്തിലോ റൗണ്ടിലോ ഒക്കെ നമുക്ക് മുറിച്ചുകൊണ്ട് വരാം. എന്നിട്ട് ഇതിൽ നിന്ന് നമ്മളൊന്ന് സ്കൂപ്പ് ചെയ്ത് നമ്മൾ മാറ്റി വയ്ക്കുകയെന്ന് വെച്ചാൽ, നമ്മളിത് അരയ്ക്കുകയാണ്, ബാക്കിയുള്ളതെല്ലാം കൂടി അരയ്ക്കുകയാണ്. ഇതും അരയ്ക്കുന്നുണ്ട്, പക്ഷേ ആദ്യമേ നമുക്കിത് ഇതേപോലെ ഇങ്ങനെ മാറ്റി വയ്ക്കുക. അതായത് നമുക്ക് ഒത്തിരി അരഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിതിങ്ങനെ മാറ്റി വയ്ക്കുന്നത്. അപ്പോൾ രണ്ടും നമുക്ക് ഇതേപോലെ സ്കൂപ്പ് ചെയ്ത് എടുത്തുകൊണ്ട് വരാം. നമുക്ക് വളരെ ഗുണമുള്ള ഒരു സംഗതിയാണല്ലോ ഇത്. അത് AIPക്കാർ എല്ലാവർക്കും, അങ്ങനെ ഡയറ്റ് നോക്കുന്നവർക്കൊക്കെ ഇത് വളരെ ഗുണമുള്ള സംഗതിയാണ്. അപ്പം നമുക്ക് ഇത് ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് മാറ്റി വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് നമുക്ക് ചെറിയ ചെറിയ പീസുകളാക്കി നമുക്ക് മാറ്റി വയ്ക്കാം. എന്നിട്ട് നമുക്ക് പിന്നെ ഇതെല്ലാം നമുക്ക് അരയ്ക്കണം, പക്ഷേ ഇത് അവസാനം ഇട്ടാൽ മതി ഈ അവക്കാഡോയുടെ പീസുകൾ. ബാക്കിയുള്ളതെല്ലാം കൂടി നമുക്ക് ഒരു ഗ്രൈൻഡറിൻ്റെ ജാർ എടുത്തിട്ട് അതിലേക്ക് നമുക്ക് ബാക്കിയുള്ളതെല്ലാം കൂടി ഇടാം. അപ്പോൾ ഈ ജാറിൽ ഞാൻ 1 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ ഒഴിച്ചു. ആദ്യമേ 1 ടേബിൾ സ്പൂൺ ഒഴിക്കണം കേട്ടോ. 1 ടേബിൾ സ്പൂൺ ഒഴിച്ച് അതിലേക്ക് നമുക്ക് പിഴിഞ്ഞ് വെച്ചിരിക്കുന്ന 3 ടേബിൾ സ്പൂൺ ലൈം ജ്യൂസ്, അത് ഫ്രഷ്ലി സ്ക്യൂസ്ഡാണ് ഏറ്റവും നല്ലത്, അതൊഴിച്ചു. അതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. അത് AIPക്കാർക്ക് നമ്മൾ ഈ പെപ്പർ ഇടുന്നില്ല കേട്ടോ. അപ്പോൾ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇച്ചിരി കൂടി ഇടാം. 3 ടേബിൾ സ്പൂൺ നമ്മുടെ തേങ്ങാപ്പീര ഇട്ടു. 3 ടേബിൾ സ്പൂൺ തേങ്ങാപ്പീര ഇട്ട് പിന്നെ ഒരു കൈ നിറച്ച് നമ്മൾ ഈ മല്ലിയില എടുത്ത് ഒരു 2-3 പീസായിട്ട് മുറിച്ചിട്ട് നമ്മൾ അതിലേക്ക് ഇടുക. പിന്നെ വേണ്ടത് പച്ചമുളക് വേണ്ടിയവർ ഇടുക കേട്ടോ. നല്ല എരിവുണ്ട് ഇതിന്. അപ്പോൾ നിങ്ങളുടെ ആവശ്യത്തിൻ്റെ, നിങ്ങളുടെ സ്പൈസ് ലെവൽ അനുസരിച്ചിടുക. പിന്നെ 1/4 കപ്പ് നമ്മൾ ഒനിയൻ ഇട്ടു. 1/2 ടേബിൾ സ്പൂണ് നമ്മൾ ഉപ്പും ഇട്ട് ഇതെല്ലാം കൂടി നമുക്കൊന്ന് നല്ലതായിട്ട് നമുക്കൊന്ന് ഗ്രൈൻഡ് ചെയ്തുകൊണ്ട് വരാം. ഒത്തിരി അങ്ങ് അരഞ്ഞില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പം ഞാൻ ഇതുപോലെ ഒന്ന് അരച്ചുകൊണ്ട് വരട്ടെ കേട്ടോ. അതിലേക്ക് ഇപ്പം നമ്മൾക്ക് ഇത് തുറന്നിട്ട് ഇനി രണ്ടാമത് നമുക്ക് ഒന്നും കൂടി പെട്ടെന്നൊന്ന് കറക്കിയിട്ട് വരാം. ഈ ചെറിയ പീസുകളായിട്ട് ഇട്ട് വെച്ചിരിക്കുന്ന അവക്കാഡോ ഇട്ട് നമുക്ക്, അപ്പം നമ്മുടെ പരിപാടിയെല്ലാം തീർന്നു. ഇതൊന്നും ഒരൊറ്റ കറക്കിയാൽ മതി. അതായത് ചെറിയ കഷ്ണങ്ങളായിട്ട് നമുക്ക് കടിക്കാനും പറ്റണം ഇത്. അപ്പം നമ്മുടെ എല്ലാം റെഡിയായി. ഇത് പിള്ളേരുടെ ഗെറ്റ് ടുഗദർ, നമുക്ക് സ്നാക്കായിട്ട് നമ്മുടെ ഫാമിലിക്ക് കൊടുക്കാൻ പറ്റും. ചിപ്സ് ഒന്നും നമുക്ക് കഴിക്കാതെ ഒത്തിരി ഗുണങ്ങളാണ്, എല്ലാം നല്ല ഗുണമുള്ള സംഗതികളാണ്. അപ്പോൾ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം കേട്ടോ. വളരെ ക്രിസ്പി കർമുറ കടിക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണ്, ഹെൽത്തിയുമാണ്. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ബൈ ബൈ നൗ.